നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് പച്ചമുളക് പേസ്റ്റെല്ലാം ചേർത്ത് ചിക്കൻ ഇതിൽ വേവാൻ വെച്ചിട്ട് 10 മിനിറ്റ് ഇതൊന്ന് വേവണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടാവും. ഫുള്ള് വേവില്ല, ഒരു ഹാഫ് വേവ് കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല ഉണ്ട്, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് പെപ്പർ പൗഡറും എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് എനിക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഫോൺ കുറച്ച് നേരം താഴത്ത് വെച്ചിട്ട് ഇളക്കുക. അപ്പോൾ എല്ലാ പൊടിയും മിക്സ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അതുപോലെ പുതിനയും മല്ലിയിലേക്ക് നമ്മൾ ചേർത്താണ്, അതിൻ്റെ പേസ്റ്റ് നമ്മൾ ചേർത്താണ്. അതുകൊണ്ട് ഇതിന് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആഡ് ചെയ്യേണ്ട ആൾക്കാർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യലേക്ക്. ഓൾമോസ്റ്റ് നമ്മൾ ചിക്കൻ ഇതായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അരി ഇടാം. നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ഉണ്ടാക്കുന്നുണ്ടിട്ട് കഴുകി വാരി നമ്മൾ സോക്ക് ചെയ്ത അരിയാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇട്ട അരിയാണ് ഇത്. കൈമ ജീരശാല അതേതൊരു അരിയാണ്, ചെറിയ റൈസാണ്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അരിയിൽ ഏകദേശം ഇട്ട് കഴിഞ്ഞ് നമ്മളിത് മിക്സ് ചെയ്യാം. നമുക്കിത് 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഈ മസാലയെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കൊണ്ട് അരിയിടാം. അല്ലാതെ ഈ അരി ഒന്ന് ഇതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിരുന്ന് റോസ്റ്റ് ചെയ്തിട്ടും വെള്ളം ഒഴിക്കാം. അത് നമ്മളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുഴയുന്ന രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കല്ലുപ്പുണ്ട്, നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മുടെ ഇപ്പോൾ കല്ലുപ്പ് പൊടിയിട്ടുള്ളത് നമ്മളതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ചിക്കൻ വേവിച്ചപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് പിന്നെ കൊടുക്കും. ഇത് ഏകദേശം 3 കപ്പ് അരിയായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ 4.5 കപ്പ്, ഒരു എക്സ്ട്രാ ഒരു ഹാഫ് കപ്പ് കൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ചോറിൻ്റെ വേവ് കറക്റ്റായില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് 5 കപ്പ് വെള്ളം അളന്ന് വെച്ചിരിക്കുന്നതാണ്, അത് ഒഴിക്കണം. പച്ചവെള്ളം തന്നെ ഒഴിക്കുന്നത്, നമ്മൾ ചൂടാക്കിയ വെള്ളം നല്ല ഒഴിക്കുന്നത്. നമ്മളിനി ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. കുരു വീഴാതെ സൂക്ഷിക്കണം, കുരുവിൽ വീണ് വയസ്സാറില്ല. ഇത് അരി പരസ്പരം ഒട്ടാണ്ടിരിക്കാനാട്ടോ നമ്മളൊരു നാരങ്ങ ചേർക്കുന്നത്, നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. നമ്മൾ ഫുൾ സിമ്മിൽ തീ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം നമ്മൾ ഫുള്ളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഇനി അരി ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്കി പിടിക്കും. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഇത് സിമ്മിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. നമ്മളിനി സിമ്മിലേക്കിട്ട് നമ്മൾ അടച്ചു വയ്ക്കും. ഒട്ടും വേറെ പുറത്തേക്കൊന്നും പോകാതെ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടത്. ഓപ്പൺ ചെയ്തോ, ഇളക്കാം. നന്നായിട്ട് ചോറൊക്കെ വെന്തത് വിട്ടിട്ടുണ്ടാവും. കണ്ടോ, ഒരുപാടൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല. അത്യാവശ്യം കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയേക്കുന്നത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നിങ്ങളില്ല, അതാണ്. ഓക്കെ, കുറച്ചൊക്കെ അടിയിൽ പിടിക്കും കേട്ടോ.